Anudha and welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് DJI Osmo Pocket 3 അൺബോക്സിംഗ് ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ക്രിയേറ്റേഴ്സ് കോംബോ ആണ്. ക്രിയേറ്റർ കോംബോയിൽ വന്നിട്ടുള്ള ആക്സസറീസ് കൂടാണ്ട് ഞാൻ ടെമോന്ന് കുറച്ചധികം ആക്സസറീസ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ ക്യാമറ എന്റെ കയ്യിൽ കിട്ടിയ ദിവസം ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ക്യാമറ കയ്യിൽ കിട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10-20 ദിവസമായി. ഞാൻ അതിലൊരു 10 ദിവസം എന്തായാലും ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കുഞ്ഞു റിവ്യൂ കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ കുഞ്ഞൻ ക്യാമറ. ഭയങ്കര കുഞ്ഞാണ്, ഭയങ്കര ടൈനി ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ഇത്ര പോലും ഇല്ല കേട്ടോ. ഇതിന്റെ കൂടെ ഞാൻ ഈ ഒരു മാഗ്നറ്റിക് കേസ് ഇട്ടുകൊണ്ടാണ് ഇത്രയെങ്കിലും കുറച്ച് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഒരു ലാനിയാർഡും കൂടെ ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് എപ്പോഴും ഞാനിതാ ഇങ്ങനെയാണ് പിടിക്കാറുള്ളത്, കയ്യിൽ വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ക്രിയേറ്റർ കോമ്പോന്റെ കൂടെ വന്നിട്ടുള്ള ബാക്കി ആക്സസറീസ് ഒന്നും ഞാൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഗ്രിപ്പ്, ചെറിയൊരു ഗ്രിപ്പ് ഉണ്ട്, അത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇവൻ ആ ബാറ്ററി ഗ്രിപ്പ് പോലും ഞാൻ 1-2 ദിവസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ക്യാമറ ആയിട്ട് വാങ്ങിയാൽ മതി, അതും ഓക്കെ ആണ് കേട്ടോ. ആകെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മൈക്കാണ്. മൈക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ബാക്കി ഒറ്റ ആക്സസറീസും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഈ മാഗ്നറ്റിക് മൗണ്ടിന്റെ മോളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മോളിൽ ഒരു ND ഫിൽറ്റർ ഉണ്ട്, അത് എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ വലിയ ട്രൈപോഡിന്റെ മുകളിൽ തന്നെ ഇത് മൗണ്ട് ചെയ്യും. അത് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്രിപ്പ് യൂസ് ചെയ്യാറുണ്ട്. വൈഡ് ആംഗിൾ ലെൻസ് ഞാൻ വന്ന് ആ ദിവസം വെച്ച് നോക്കി എന്നല്ലാണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതിന്റെ സൈഡിലൊക്കെ ഒരു ഫിഷായി ലുക്ക് ഉള്ളത് എനിക്ക് എൻ്റെ വ്ളോഗിൽ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസിന് എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫോണിൽ നിന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ. കാരണം ഫോണിലെ സ്ക്രീൻ കുറച്ച് വലുതല്ലേ. അപ്പോൾ ആ വലിയ സ്ക്രീനിൽ കണ്ടിട്ട് ഈ ഒരു കുഞ്ഞു സ്ക്രീനിൽ കാണുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓൾസോ ഇതിന്റെ ഗിംബൽ സിസ്റ്റം പഠിക്കാൻ ആ ഒരു ജോയ്സ്റ്റിക് ഒക്കെ ഇല്ലേ, ഇതൊന്നും പഠിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. ഒരു 5 days ഒക്കെ എടുത്തു. പിന്നെ അത് പെട്ടെന്നൊന്നും ഈസി ആയി തുടങ്ങി. മറ്റേത് എപ്പോഴും ഫോണിൽ ഇങ്ങനെ എടുത്തിട്ട്, സ്പെഷ്യലി ഫോണിൽ ഞാൻ എങ്ങനെയായിരുന്നു പിടിക്കാറെന്ന് വെച്ചാൽ ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ 0.5 ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു ഞാൻ വ്ളോഗ് ചെയ്യാറുള്ളത്. അതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് ഇതിലില്ല. അപ്പൊ അത്രയും നമുക്ക് വൈഡ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എന്തായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഞാൻ യൂസ്ഡ് ആയി. ഈ ഒരു കുഞ്ഞി ക്യാമറ ആയിട്ട് ഭയങ്കര ഹാൻഡിയാണ്. വേറെ വെയിറ്റ് ഒന്നുമില്ല. ചാർജ് ചെയ്യാൻ പെട്ടെന്ന് ചാർജ് കയറുമ്പോൾ ഒരു 20-25 മിനിറ്റ്സിൽ തന്നെ ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ആവുന്നുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഈ മാഗ്നറ്റിക് മൗണ്ട് കൂടെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം കുറേ സർഫസിൽ നമുക്കിത് കൊണ്ടുപോയി മൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെന്റ് ഞാനൊരു കുഞ്ഞു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ ഇതാണ് എടുത്തത്. ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് അല്ല എന്നുള്ളതാണ്.
വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ ദിസ് ഇസ് നോട്ട് ഫോർ യു. എനിക്ക് ആക്ച്വലി വാട്ടർ പ്രൂഫും കൂടെ ആയിട്ടുള്ള ഒരു ക്യാമറ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ എനിക്ക് അറിയായിരുന്നു കേട്ടോ വാങ്ങുന്നതിന് മുന്നേ വാട്ടർ പ്രൂഫ് അല്ല എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പം ഇത്രയും ദിവസത്തെ ഒരു യൂസേജിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ക്യാമറയുടെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് DJI Mimo ആപ്പ്. ആ ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, നമ്മളിവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ഫോണിൽ ആ ആപ്പ് ത്രൂ ക്യാമറ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും, ക്യാമറയുടെ ആംഗിളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എനിക്ക് എപ്പോഴും ഈ SD കാർഡ് ഊരി ഒരു കാർഡ് റീഡറിൽ ഇട്ടിട്ട് ചെയ്യുമ്പോഴല്ല, അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് ഇപ്പം ലാപ്ടോപ്പിലേക്ക് ആണെങ്കിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ട് ആവുന്ന ആ ഒരു OTG കണക്ഷൻ ഡിസ്കണക്ട് ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല നല്ല കളേഴ്സാണ്, നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഫുട്ടേജ് ആണ്. ഇതാണ് എൻ്റെ കുഞ്ഞു റിവ്യൂ. ക്യാമറ വാങ്ങി ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ കുറച്ച് പേര് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരോട് ഞാൻ പേഴ്സണലി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. സോ ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ. ഇന്ന് നമുക്ക് പല്ല് തയ്ക്കണം, ചായ ഉണ്ടാക്കണം, ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത്. ഹലോ ഗൈസ്, ഇത് കുറച്ച് കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആണ് ഇതിൻ്റെ മുഖം ഇങ്ങോട്ട് പോകണം. പക്ഷെ ഇത് നമ്മുടെ സ്ക്രീനിലുണ്ട്. എന്താണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു പർച്ചേസിൽ. സോ